അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 3-ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിലെ 5-ാമത്തെ പാഠമാണ്. അമാമൽ മാഇദ എന്നാണ് പാഠത്തിൻ്റെ പേര്. നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ മുൻപിൽ എന്നാണ് അതിൻ്റെ അർത്ഥം. സുപ്ര എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഓക്കെ, അമാമൽ മാഇദ. ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് കുറച്ച് ഡയറക്ഷൻസ് ആണ്. മുൻപിൽ, ഇതിപ്പോൾ ഒരു മേശയാണെങ്കിൽ ഈ മേശയുടെ മുൻപിൽ, മേശയുടെ പിറകിൽ, മേശയുടെ സൈഡിൽ, ഇങ്ങനെയൊക്കെ പറയാൻ നമ്മൾ എന്ത് വാചകമാണ് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത്. ഓക്കെ, പെട്ടെന്ന് നമുക്ക് പാഠത്തിലേക്ക് പോകാം. സൊല്ല അളവ് ലുസ്രത്തി സൊലാത്ത ലുഹുരി ജമാഅത്തൻ, കുടുംബക്കാരെല്ലാവരും കൂടെ പിന്നെ ലുഹുർ നിസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിച്ചു. ഫഹ്ലറത്തിൽ ഉമ്മു താമു അലൽ മഇദ, ഉമ്മ ഭക്ഷണം എവിടെ കൊണ്ടുവച്ചു? മേശയിൽ കൊണ്ടുവച്ചു. ഓ ജലസു, അവരെല്ലാവരും ഇരുന്നു. നിസ്കാരം കഴിഞ്ഞു, അവരെല്ലാവരും ഇരുന്നു. എവിടെ? അമാമൽ മഇദ, മേശയിൽ, മേശയുടെ മുൻപിൽ ഇരുന്നു. ബഅദ ഉസ്ലുൽ യദ്, കൈ കഴുകിയതിന് ശേഷം. ജലസലബു ഫി യമീൻ ജാസിറിൻ, ഉപ്പ ജാസിറിൻ്റെ വലതുഭാഗത്തിരുന്നു. വഫി ഷിമാലിഹി ഉമ്മുഹു വ ഉഖ്തുഹു അനീസ, അവൻ്റെ ഇടതുഭാഗത്ത് ആയിരുന്നു? ഉമ്മയും അവൻ്റെ സഹോദരി അനീസയും ഇരുന്നു. വഖാലു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വബദഅ അലകൽ ബിസ്മില്ലാഹി, അവർ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. വഹുനാക ബാഖത്തു അസ്ഹാരിൻ, അവിടെ ഒരു പൂക്കളുടെ കുട്ടയുണ്ടായിരുന്നു, ഒരു ഫ്ലവർ പോട്ട് ഉണ്ടായിരുന്നു. എവിടെയുള്ളത്? അല ത്വാവില വറ അലബി, ഉപ്പയുടെ പിറകിലായിട്ട് ആ മേശയുടെ മുകളിലായിരുന്നു ഉണ്ടായിരുന്നത്. വജാ അൽ ഖിത്തു വജലസ തഹ്ത ത്വാവില, പൂച്ച വന്ന മേശയുടെ അടിയിലിരുന്നു. വകാനത്തിൽ മിർഹത്തു തദൂർ ഫൗഖഹും, അവരുടെ മുകളിലൂടെ ഫാൻ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഫൗഖഹും. വബഅദ അലകൽ ഖാലു അൽഹംദുലില്ലാഹി അല്ലദി അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ എന്നവർ ദിക്ർ ചൊല്ലി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. ഈ ദിക്റും ചൊല്ലി. ഓക്കെ, ഇത്രയുള്ള ഈ പാഠം. ഈ പാഠത്തിൽ ഞാൻ അണ്ടർലൈൻ ചെയ്തു വെച്ച കുറച്ച് വാചകങ്ങളുണ്ട്, അത് മാത്രമേ നമുക്ക് ഇതിൽ ശ്രദ്ധിക്കാനുള്ളൂ. ഒന്ന്, അമാമ, മുന്നിൽ. യമീൻ, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന കൈ, റൈറ്റ്, വലതുഭാഗം, ഇടതുവശം. ഓക്കെ, അടുത്തത് ഷിമാൽ, ഇടതുവശം, ലെഫ്റ്റ് സൈഡ്. ശേഷം വറാ, ബാക്ക് സൈഡ്. തഹ്ത, താഴെ, ഫൗക്ക, മുകളിൽ. ഇത്രയേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളൂ. വളരെ സിമ്പിളാണ്. ഒരു മേശ സങ്കല്പിക്കാം. മേശയുടെ മുകളിൽ ഫൗക്ക്, മേശയുടെ താഴെ തഹ്ത്ത്, മേശയുടെ മുൻപിൽ അമാമ്, മേശയുടെ പിൻഭാഗത്തിന് വറാ, വലതുഭാഗത്തിന് യമീൻ, ഇടതുഭാഗത്തിന് ഷിമാൽ. അത്രയേ നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളൂ. അത് പഠിച്ചു വെച്ചാൽ മക്കളെ ഈ പാഠം കഴിഞ്ഞു. ഓക്കെ, നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. ഇത് എഴുതി കൊടുക്കാനാണ്. അമാമൽ മദ്രസത്തി ബുസ്താനൻ, മദ്രസയുടെ മുൻപിൽ എന്തുണ്ട്? പൂന്തോട്ടമുണ്ട്. വറാ അൽ ബൈത്തി ജബലിൻ സഗറൻ, വീടിൻ്റെ പിൻവശത്ത് എന്തുണ്ട്? ഒരു ചെറിയ പർവ്വതമുണ്ട്, ചെറിയൊരു മലയുണ്ട്. നംഷീഫി യമീൻ ഷാരി, നമ്മൾ റോഡിൻ്റെ വലതുവശം ചേർന്നാണ് നടക്കേണ്ടത്. പിന്നെയോ നംഷീഫി നബസുഖു ഇല ഷിമാലിന, നമ്മൾ ഇടത് ഭാഗത്തേക്ക്, സ്പിറ്റ് എന്ന് പറയും. യജ്ലിസുൽ ഖിത്തു തഹ്ത താവില, പൂച്ചമേശയുടെ അടിയിലിരുന്നു. യതീറുൽ ഖുറാബു ഫൗക്കൽ ബൈത്ത്, കാക്ക, ക്രോ, വീടിൻ്റെ മുകളിലൂടെയാണ് എന്ത്? പറക്കുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ അമാമിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെയുണ്ട്, കൃത്യമായിട്ട് അതുണ്ട്. അമാമ് മുൻപ്, ഷിമാൽ യമീൻ വലതുഭാഗം, ഷിമാൽ ഇടതുഭാഗം, ഫൗക്ക് മുകളിൽ, തഹ്ത്ത് താഴെ. ഓക്കെ, അപ്പം സിമ്പിളാണ്. നേരെ താഴോട്ട് വന്നാൽ വറാ, അമാമിൻ്റെ ഓപ്പോസിറ്റ് ആണെന്ത്? വറാ. ഇതാ അമാമിൻ്റെ ഓപ്പോസിറ്റ് വറാ, ഫൗക്കിൻ്റെ ഓപ്പോസിറ്റ് തഹ്ത്ത്, യമീൻ ഷിമാൽ, പിന്നെ ഷിമാൽ യമീൻ ഓപ്പോസിറ്റ്, നേരെ ഓപ്പോസിറ്റ്. വറാ അമാമ്, തഹ്ത്ത് ഫൗക്ക്. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ആ കാര്യങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ മതി. അതിൽ യാതൊരു കൺഫ്യൂഷൻ ആവശ്യമില്ല. നമ്മളൊരു ബാഗ് സങ്കല്പിക്കാം. ബാഗ് നമ്മൾ സാധാരണ പോലെ എന്താ ബാക്കിലിടും, അപ്പോൾ അത് ബാക്ക് സൈഡിലായി, വറായിലാണ്. എന്നാൽ ചില സമയങ്ങളിൽ നമ്മൾ മുൻപിലിടും, അപ്പോൾ അതെന്തായി? നമ്മളെ അമാമായി. ചില സമയങ്ങളിൽ നമ്മൾ ഒറ്റ ഷോൾഡറിലിടും, അപ്പോൾ അതെന്താണ്? യമീനാണ്. ചില സമയങ്ങളിൽ നമ്മൾ അത് റൈറ്റ് ഷോൾഡറിലിടും, അപ്പോൾ ചില സമയങ്ങളിൽ നമ്മളത് ലെഫ്റ്റ് ഷോൾഡറിലിടും, അപ്പോൾ അത് എന്തായി? ഷിമാലായി. ചിലപ്പോൾ കുറേ നമ്മൾ ബുക്കിൻ്റെ കനം താങ്ങാനായിട്ട് തലയിൽ വെക്കും, അപ്പോൾ അതെന്തായി? ഫൗക്കായി. ചില സമയത്ത് നിലത്തൊക്കെ ഇട്ടുവിടും, അപ്പോൾ അതെന്തായി? അത് തഹ്തുവായി. അപ്പോൾ അത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു പാഠമാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഓക്കെ, അസ്സലാമു അലൈക്കും.